എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലയളവിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന വ്യക്തി കെ സുധാകരനായിരുന്നു കേട്ടോ. ആർക്കും അക്കാര്യത്തിൽ സംശയം ഉണ്ടാകാനിടയില്ല. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെപ്പോലും അറിയാലോ. 24 മണിക്കൂറിനകം, അങ്ങനെയായിരുന്നു സതീശൻ പറഞ്ഞത്, 24 മണിക്കൂറിനകം ഞങ്ങളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വരും. പക്ഷേ 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥി ലിസ്റ്റ് ഭാഗികമായി മാത്രം പുറത്തുവിട്ടു. 48 മണിക്കൂറായിട്ടും പറ്റിയില്ല. അതിനുശേഷമാണ് ഏതാണ്ട് മുഴുവൻ സ്ഥാനാർത്ഥി ലിസ്റ്റും പുറത്തുവിടുന്നത്. ഒരു കാര്യം കോൺഗ്രസ് ചെയ്തു. അതായത് LDFിലെ മൊത്തം സീറ്റുകൾ സ്ഥാനാർത്ഥി ലിസ്റ്റ് റെഡിയാകുന്നതിന് അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന 140 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി ലിസ്റ്റ് UDF പ്രഖ്യാപിച്ചു എന്നുള്ളത് ശരി തന്നെ. പക്ഷെ എങ്കിലും ആ സതീശൻ അങ്ങനെ ശരിക്ക് ഏത് ധൈര്യത്തിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. 24 മണിക്കൂറിനകം ഞങ്ങളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് റെഡി. ഇത് വെച്ചിട്ടായിരുന്നു എല്ലാവരും UDFിനെ, പ്രത്യേകിച്ചും കോൺഗ്രസിനെ അല്ലെങ്കിൽ സതീശനെ ആക്രമിച്ചത്. 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥി ലിസ്റ്റ് എന്നിട്ട് എന്തായി? ആകെ പൊട്ടലും ചീറ്റലും വിവാദവും. ഇതിനൊക്കെ കാരണമായത് സുധാകരേട്ടന്റെ ഒരു കടുംപിടുത്തമായിരുന്നു. സുധാകരേട്ടന് സംസ്ഥാന ഈ നിയമസഭയിലേക്ക് മത്സരിക്കണം. നേരത്തെ തന്നെ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരുന്നു MP മാരും മത്സരിക്കേണ്ട. കാരണം എല്ലാ MP മാരും മത്സരിക്കാൻ സന്നദ്ധരായിരുന്നു. സുധാകരേട്ടൻ മാത്രമല്ല, നമ്മുടെ അടൂർ പ്രകാശ്, ഷാഫി പറമ്പില്, അങ്ങനെ ഓരോരുത്തരും അവർക്ക് ആഗ്രഹം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം. കാരണം വളരെ വ്യക്തമാണല്ലോ. കാരണം എന്തായാലും ഇത്തവണ UDF ആണ് അധികാരത്തിൽ വരിക എന്നുള്ളത് 100 അല്ല 101% ഉറപ്പായ കാര്യമാണ്. ആ സ്ഥിതിക്ക് മത്സരിച്ച് ജയിച്ച് ഒരു മന്ത്രിമാരൊക്കെ ആകുക എന്നുള്ളത് സ്വാഭാവികമായും എല്ലാവരുടെയും ഇവരുടെയൊക്കെ മോഹമാണ്. ഇതിലൊന്നും ആർക്കും തർക്കമില്ല. ഇതുകൊണ്ടൊക്കെ എല്ലാവരും അങ്ങനെ മത്സരിക്കേണ്ട. എല്ലാവരും മത്സരിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ അത് പ്രശ്നമാവും. മാത്രമല്ല, ഇങ്ങനെ 1-2 ആൾക്കാർക്ക് മാത്രം മത്സരിക്കാനുള്ള അവസരം കൊടുക്കുന്നത് അത് ഒരു നീതികേടാവും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അവസാനം ഹൈക്കമാൻഡ് ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ആരും മത്സരിക്കേണ്ട, MP മാരും മത്സരിക്കേണ്ട. പക്ഷെ സുധാകരേട്ടന് മത്സരിച്ചേ തീരൂ. അങ്ങനെയായിരുന്നു ഈ പ്രഖ്യാപനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഡൽഹിയിൽ ചർച്ച. അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് വീണ്ടും ഡൽഹിയിലേക്ക് വിളിപ്പിക്കുന്നു. അങ്ങനെ കെ സുധാകരനായിരുന്നു നിറഞ്ഞു നിന്നത്. ഇപ്പോഴിതാ സുധാകരേട്ടൻ വീണ്ടും ഒരു വെടിപൊട്ടിക്കുകയാണ്. ആരായിരിക്കണം മുഖ്യമന്ത്രി? UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്ക് കൂടി കെ സുധാകരൻ ഇപ്പോൾ തുടക്കമിട്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, കോൺഗ്രസിൽ ഐക്യം വേണം. ഇങ്ങനെ ഗ്രൂപ്പ് ഡാൻസ് നല്ലതാണ്, പക്ഷേ ഗ്രൂപ്പ് ഡാൻസിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ഒറ്റക്കൊറ്റക്ക് പോയി ഡാൻസ് കളിക്കരുത്, അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ വ്യക്തിപരമായി ഞാനാണ് ഇതിന്റെ ഒരു നായകൻ എന്നുള്ള രീതിയിലൊന്നും നിൽക്കണ്ട. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ജയിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാം എന്നുള്ളതാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരുപക്ഷെ ഈ ഉള്ളിന്റെ ഉള്ളിൽ അത്തരത്തിൽപ്പെട്ട ചില ആഗ്രഹങ്ങളും അത്തരത്തിൽപ്പെട്ട ചില കരുനീക്കങ്ങളും അത്തരത്തിൽപ്പെട്ട ചില ലോബിയങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പ്രത്യേകിച്ചും ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് വൈകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഈ നിയമസഭാംഗങ്ങൾ ഏറ്റവും കൂടുതൽ ആരുടെ പക്ഷത്ത്, സ്വാഭാവികമായും അവർക്കായിരിക്കും മുഖ്യമന്ത്രി ആവാനുള്ള ഒരു സാധ്യത വരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് നീണ്ടുപോയത് നമുക്കൊക്കെ അറിയാം. ഇപ്പോൾ VD സതീശനെ സംബന്ധിച്ചിടത്തോളം VD സതീശന് താല്പര്യമുള്ള കുറെ ആളുകളുണ്ട്. അവരെ എന്തായാലും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. രമേശ് ചെന്നിത്തലയുടേതായ കുറെ ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥി മോഹികളുണ്ട്. അവരെ ഉൾപ്പെടുത്തണം. KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് താല്പര്യമുള്ള വ്യക്തികളുണ്ട്. അങ്ങനെ യഥാർത്ഥത്തിൽ ഈ ലിസ്റ്റ്, കോൺഗ്രസിന്റെ ലിസ്റ്റ് വൈകാനുള്ള ഏറ്റവും പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ 3 പേരുടെ താല്പര്യമുള്ള കക്ഷികൾ, KC വേണുഗോപാലിന്റെ, VD സതീശന്റെ, രമേശ് ചെന്നിത്തലയുടെ അങ്ങനെയുണ്ടായ ഒരു ചർച്ച. ഇത് വളരെ സ്വാഭാവികമാണ്. ഇതിലൊന്നും നമുക്ക് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇത് വളരെ സ്വാഭാവികം. എല്ലാ കാലത്തും കോൺഗ്രസിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പണ്ട് കരുണാകരനും ആന്റണിയൊക്കെ ഉള്ള കാലത്ത് കരുണാകരന്റെ ആൾക്കാര്, ആന്റണിയുടെ ആൾക്കാര് അവസാനം ഈ തിരഞ്ഞെടുപ്പ് പത്രിക പിൻവലിക്കുന്ന ദിവസം വരെ കൂട്ടാടിയും വിവാദവും കോലം കത്തിക്കലും പോസ്റ്റർ കീറലും സ്ഥാനാർത്ഥികളെ മാറ്റലും അങ്ങനെ കോൺഗ്രസിന്റെ ഒരു സ്ഥിതി അതാണ്. പക്ഷെ ഇത്തവണ അത്രമാത്രം വലിയ കോലാഹലങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതാ ഇപ്പോൾ സുധാകരേട്ടൻ പറയുന്നു അടുത്ത മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയാവണം. അടുത്ത മുഖ്യമന്ത്രി. സുധാകരേട്ടൻ പറയുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം രമേശ് ചെന്നിത്തല നമുക്കറിയാലോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2021
അക്കാലത്തെ അല്ലെങ്കിൽ ആ പീരിയഡിലെ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പിണറായി വിജയൻ സർക്കാരിനെതിരെ, ഒന്നാം പിണറായി സർക്കാരിനെതിരെ നിരവധിയായ ആരോപണങ്ങൾ ശരിക്കും ഹോംവർക്ക് ചെയ്ത് കാര്യകാരണ സഹിതം നിയമസഭയിൽ അവതരിപ്പിച്ച് ഇത് സംബന്ധിച്ചുള്ള വൻ പോരാട്ടമായിരുന്നു രമേശ് ചെന്നിത്തല നടത്തിയത്. നമുക്കത് മറന്നുപോയിക്കൂടാ. എന്തൊക്കെ ആരോപണങ്ങളാണ് അല്ലേ? പക്ഷെ അതൊന്നും ഒരു ഫലപ്രാപ്തിയിലെത്തിക്കാൻ അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ വളരെ കൃത്യമായ ആരോപണങ്ങളിലൂടെ പല പദ്ധതികളും ഉപേക്ഷിക്കേണ്ടി വന്നു. പല ശ്രമങ്ങളും പാതി വഴിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു രമേശ് ചെന്നിത്തലയുടെ ഇടപെടൽ കാരണം. അപ്പോൾ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും ഫലപ്രദമായ ഇടപെടൽ നടത്തിയത് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയായിരുന്നു. സ്വാഭാവികമായും ആ തവണ UDF ആണ് ജയിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയാണ്, മറ്റൊരു പേരില്ല. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവും. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോഴാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവാകുന്നത്. അപ്പോഴാണ് VD സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള ഒരു അധികാര വടംവലി ഇങ്ങനെ അടിത്തട്ടിൽ ഇങ്ങനെ മുറുകിക്കൊണ്ടിരുന്നു. സുധാകരേട്ടൻ വേറൊരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നു. അതിന്റെ ഇടയിൽ സുധാകരേട്ടൻ MP സ്ഥാനം മത്സരിച്ചു, MP ആയി. ഇങ്ങനെയൊക്കെയുള്ള ഈ അവസ്ഥയിൽ സുധാകരേട്ടൻ ഇപ്പോൾ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും UDF ജയിക്കും. UDF ജയിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആരാവും? മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയാവും. ഇന്ന് കേരളകൗമുദിയിലാണ് കെ സുധാകരന്റെ ആ ഇന്റർവ്യൂ ഉള്ളത്. കേരളകൗമുദിയുടെ എഡിറ്റോറിയൽ പേജിൽ കെ സുധാകരൻ MP കേരളകൗമുദിയോട് അച്ചടക്കമാണ് എന്റെ ആയുധം, അതാണ് ഇവര് തലക്കെട്ടാക്കിയത്. അച്ചടക്കമാണ് എന്റെ ആയുധം. അതിൽ പറയുന്നു മുഖ്യമന്ത്രിയാവാൻ യോഗ്യൻ ചെന്നിത്തല. കെ സുജിത്തിന്റെ അഭിമുഖമാണ്. കെ സുജിത്ത് ചോദിക്കുന്നു, UDF ജയിച്ചാൽ മുഖ്യമന്ത്രി ആര് എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും സുധാകരൻ പറയേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ പറയാൻ ബാധ്യസ്ഥരാകുന്നത്, ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞിട്ട് ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഇതിൻ്റെതായ ഒരു പ്രൊസീജിയർ ഉണ്ട്, ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നേതാക്കന്മാരൊക്കെ പറയേണ്ടത്. അതാണ് ഒരു അച്ചടക്കം എന്ന് പറയുന്നത്. പക്ഷെ സുധാകരേട്ടൻ വളരെ കൃത്യമായി പറയുന്നു, രമേശ് ചെന്നിത്തലയാണ് ഏറ്റവും യോഗ്യൻ. ആ ചോദ്യത്തിന് ഒരു സംശയവുമില്ലാതെ സുധാകരേട്ടൻ പറയുകയാണ്, രമേശ് ചെന്നിത്തലയാണ് യോഗ്യൻ എന്ന് പറഞ്ഞാൽ കെ സുധാകരൻ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹിക്കുന്നു. അതല്ലെങ്കിൽ VD സതീശൻ മുഖ്യമന്ത്രി ആവരുത് എന്ന കർക്കശമായ നിലപാട് കെ സുധാകരൻ കൈക്കൊള്ളുന്നു. നിങ്ങൾക്കറിയാലോ, കേരളത്തില് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കെ സുധാകരൻ എന്ന് പറയുന്നത് ഇപ്പം പ്രത്യേകിച്ച് ഈ പാർട്ടിയിൽ വലിയ സ്ഥാനമൊന്നും ഇല്ലെങ്കിലും മുൻ KPCC പ്രസിഡന്റ് എന്ന രീതിയിൽ, MP എന്ന രീതിയിൽ, മാത്രമല്ല കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന നേതാവ് എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള സുധാകരട്ട എന്ന് വിളിച്ചുകൊണ്ട് കണ്ണൂരിലൊക്കെ സുധാകരനുള്ള ഒരു അനുയായി വൃന്ദം എന്ന് പറയുന്നത് ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് കേട്ടോ. ഒരുപക്ഷെ ഈ പുതിയ തലമുറ നേതാക്കളായ നമ്മുടെ ഷാഫി പറമ്പിലോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടൊക്കെയുള്ള യുവ നേതാക്കൾ, അവർക്കൊരു ഫാൻസ് ഉണ്ട് അല്ലെ? അവരെന്ത് കാര്യം ചെയ്താലും അവരുടെ കൂടെ നിൽക്കാൻ തയ്യാറായ അവരുടെ അനുയായികൾ, അവരുടെ ആരാധകരുണ്ട്. ഇതേപോലെ തന്നെ ആരാധകരുള്ള ഈ സീനിയർ നേതാക്കന്മാരിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ആള് സുധാകരൻ തന്നെയാണ്. അതിൽ ആർക്കും തർക്കമില്ല. രമേശ് ചെന്നിത്തലയ്ക്കുള്ളതിനേക്കാളും VD സതീശനുള്ളതിനേക്കാളും KC ക്കുള്ളതിനേക്കാളും ഒക്കെ കെ മുരളീധരൻക്കാർ ഉള്ളതിനേക്കാളും ഒക്കെ ഏറെ ആരാധകർ അല്ലെങ്കിൽ ഏറെ അനുയായികളുള്ള നേതാവ് തന്നെയാണ് കെ സുധാകരൻ. അതുകൊണ്ട് തന്നെ കെ സുധാകരന്റെ വാക്കുകൾക്ക് അതിൻ്റെതായ വിലയുണ്ട്. അപ്പൊ കെ സുധാകരൻ പറയുകയാണ്, രമേശ് ചെന്നിത്തലയാണ് ഏറ്റവും യോഗ്യൻ. കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുവരവ് എന്നുള്ള ചോദ്യത്തിന് അപ്പോൾ പറയുന്നു, പാർട്ടി തീരുമാനിക്കും, അതിനുള്ള സാഹചര്യം ഒരുങ്ങുകയാണെങ്കിൽ വരും, ചർച്ചയുടെ വാതിൽ അടച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കെ സുധാകരന് ഇപ്പോഴും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാൻ കെ സുധാകരൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൂടി ഇതിൽ സൂചിപ്പിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, അങ്ങനെ ഒരു ചർച്ചക്ക്, അതായത് മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല ആവണം എന്നുള്ളത് കെ സുധാകരൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പി ജെ കുര്യൻ ഇന്ന് ഒരു തിരഞ്ഞെടുപ്പ് യോഗത്തിൽ, എനിക്കൊന്ന് തിരുവല്ലയിലെ ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ ആ വേദിയിൽ രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു. അപ്പോഴാണ് പി ജെ കുര്യൻ പറയുന്നത്, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവണം, രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രി ആവേണ്ടത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇന്ന് ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഇത് സംബന്ധിച്ചുള്ള വാർത്ത ഇങ്ങനെയാണ് കൊടുത്തത്.
UDF-ന് ഭരണം ലഭിച്ചാൽ ആര് മുഖ്യമന്ത്രിയാകും എന്ന ചർച്ചകൾ കൂടുതൽ സജീവമാക്കിയിരിക്കുകയാണ് നേതാക്കൾ. മുതിർന്ന നേതാക്കളായ കെ സുധാകരനും PJ കുര്യനും പരസ്യമായി തന്നെ രമേശ് ചെന്നിത്തലയെ പിന്തുണച്ച് രംഗത്ത് വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് സീറ്റ് ചർച്ചയ്ക്കിടെ പരസ്യ പ്രതികരണം നടത്തിയ സുധാകരൻ തന്നെയാണ് മുഖ്യമന്ത്രി ആര് എന്ന ചർച്ചയ്ക്കും തുടക്കമിട്ടത്. PJ കുര്യൻ കൂടെ അഭിപ്രായം തുറന്നു പറഞ്ഞതോടെ രമേശ് ചെന്നിത്തലയും VD സതീശനും പ്രതികരണവുമായി രംഗത്ത് വന്നു. ഇവരുടെ രണ്ടു കൂട്ടരുടെയും ഈ പ്രതികരണങ്ങൾ വന്നതിന്റെ പിന്നാലെ രമേശ് ചെന്നിത്തലയും VD സതീശനും അവരുടേതായ പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നു. കെ സുധാകരൻ പറഞ്ഞത് UDF സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് മുൻ KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP പറഞ്ഞു. അതാണ് കേരളത്തിൽ നമ്മൾ കണ്ടത്. രമേശ് ചെന്നിത്തലയാണ് താൻ ശുപാർശ ചെയ്യുക എന്നും അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ ആ മാധ്യമമാണ് കേരളകൗമുദി. ഓക്കെ, സീനിയറായ പക്വതയുള്ള ആളാണ് രമേശ് ചെന്നിത്തല എന്ന് സുധാകരൻ പറഞ്ഞു. സുധാകരൻ ഇത് വളരെ സീനിയറായ പക്വതയുള്ള ആളാണ് രമേശ് ചെന്നിത്തല എന്ന് സുധാകരൻ പറയുന്നു. VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവരുടെ പേരുകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് ആണ് താൻ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന് ശുപാർശ ചെയ്തതെന്ന് സുധാകരൻ വ്യക്തമാക്കിയത്. അപ്പൊ സ്വാഭാവികമായും ആര് മുഖ്യമന്ത്രി എന്നുള്ളതിലേക്ക് മൂന്ന് പ്രധാനപ്പെട്ട പേരുകളാണ് ഇപ്പോൾ രംഗത്തുള്ളത്. ഒന്ന് സ്വാഭാവികമായും VD സതീശൻ, മറ്റൊന്ന് രമേശ് ചെന്നിത്തല, മൂന്നാമത് KC വേണുഗോപാൽ മത്സരിക്കുന്നില്ല എങ്കിലും KC വേണുഗോപാൽ ഇങ്ങനെ ഒരു തർക്കമുണ്ടായാൽ അതായത് ഇപ്പം VD സതീശനെ ആക്കാൻ പറ്റില്ല എന്ന് തീർത്തു പറയുന്ന ഒരു വിഭാഗം, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ ആക്കാൻ പറ്റില്ല എന്ന് തീർത്തു പറയുന്ന മറ്റൊരു വിഭാഗം, ഈ രീതിയിൽ ഒരു വലിയൊരു തർക്കം, പരിഹൃതമാവാത്തൊരു തർക്കം വരികയാണെങ്കിൽ ഒരു അനുരഞ്ജനത്തിന്റെ പാത തുറക്കുകയും എങ്കിൽ KC വേണുഗോപാൽ ആവട്ടെ, അത് കഴിഞ്ഞിട്ട് 6 മാസത്തിനകം എവിടെയെങ്കിലും നിന്ന് മത്സരിച്ചാൽ മതിയല്ലോ. അപ്പൊ ആ രീതിയിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി മാറുമോ? ഇതാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിൽ ഈ നേതാക്കന്മാർ പറഞ്ഞ അഭിപ്രായങ്ങൾ കൂടി നമുക്ക് നോക്കേ. അതായത് VD സതീശൻ പറഞ്ഞെന്താണെന്നറിയോ? UDF-ന് ഭരണം ലഭിച്ചാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമെന്ന മുതിർന്ന നേതാവ് PJ കുര്യന്റെ പരാമർശം തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്വാഭാവികമായും അത് തന്നെയല്ലേ ചെയ്യുക. അല്ലാതെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവട്ടെ എന്ന് സതീശൻ ഒരിക്കലും പറയില്ലല്ലോ. അതൊക്കെ ഓരോ ആളുകൾ പറയുന്നതാണ് എന്നും ഒരു മുഖ്യമന്ത്രി ചർച്ചയും കോൺഗ്രസിൽ ഇല്ല എന്നും സതീശൻ വ്യക്തമാക്കി. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു പ്രൊസീജിയർ ഉണ്ട്, മുതിർന്ന നേതാക്കൾക്ക് ധാരണയുണ്ട്. തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തെലങ്കാനയിലും കർണാടകയിലും എന്താണോ ചെയ്തത് അങ്ങനെ മുന്നോട്ട് പോകുമെന്നും സതീശൻ വ്യക്തമാക്കി. ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ചുള്ള ചർച്ച ഇപ്പോൾ ഉയർത്തിക്കൊണ്ടു വരേണ്ടതില്ല എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. അപ്പൊ ഇങ്ങനെയാണ് ഇവരുടെ രണ്ടു കൂട്ടരുടെയും പ്രതികരണം കേട്ടോ. ഞാൻ കരുതുന്നത് രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്ന്, എന്തായാലും ഇപ്പൊ VD സതീശൻ മുഖ്യമന്ത്രിയായി മാറുന്നു, രമേശ് ചെന്നിത്തല മിണ്ടാതിരിക്കുന്നു, KC മിണ്ടാതിരിക്കുന്നു, സുധാകരൻ മിണ്ടാതിരിക്കുന്നു എന്നൊന്നും ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ഇപ്പൊ VD സതീശൻ ഏതാണ്ട് മുഖ്യമന്ത്രിയായി എന്നുള്ള രീതിയിലൊക്കെയാണ് VD സതീശന്റെ ഒരു ശരീരഭാഷയും സംസാരവും ഒക്കെ. പക്ഷെ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. VD സതീശനെ മുഖ്യമന്ത്രിയാവാനുള്ള എല്ലാ യോഗ്യതകളും ഉണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സ്വാഭാവികമായ എതിർപ്പുകൾ ഉയരും. പിന്നീട് ആര്? അപ്പൊ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാന്ന് പറഞ്ഞാൽ VD സതീശന്റെ വിഭാഗം വെറുതെ ഇരിക്കുമോ? ഇല്ല, സമ്മതിക്കില്ല. ഇപ്പൊ ഏതാണ്ട് ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളുടെ ഒരു ചേരിതിരിവ് നോക്കിയാൽ VD സതീശനെ പിന്തുണയ്ക്കുന്ന ഈ മത്സരാർത്ഥികൾ, ഇതിൽ എത്ര പേർ ജയിച്ചു വരുമെന്ന് നമുക്കറിയില്ല, എങ്കിലും സ്ഥാനാർത്ഥികളുടെ എണ്ണം VD സതീശനെ പിന്താങ്ങുന്ന അല്ലെങ്കിൽ VD സതീശന്റെ ഗ്രൂപ്പിൽപ്പെട്ട അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്ന് ഞാൻ പറയില്ല, VD സതീശന്റെ VD സതീശനോട് ഇഷ്ടം പുലർത്തുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണം കുറവാണ്, താരതമ്യേന കുറവാണ്. പിന്നെ രമേശ് ചെന്നിത്തലയുടെ കണക്ക് കൃത്യമായിട്ട് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ പിന്തുണയ്ക്കുന്നത് KC വേണുഗോപാലിനെയാണ്. ആ രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ നടന്നത്. അപ്പോൾ KC വേണുഗോപാൽ വളരെ കൃത്യമായി ഹൈക്കമാൻഡിന്റെ കൂടി പിന്തുണയോടെ KC വേണുഗോപാൽ വളരെ കൃത്യമായി ഈ രീതിയിലുള്ള തിരഞ്ഞെടുപ്പാണ് ഈ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ നടത്തിയത്. എന്ന് പറഞ്ഞാൽ KC വേണുഗോപാൽ താൻ മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ കൂടി KCയുടെ ഒരു ഇന്റർവ്യൂ ഇന്നത്തെ മാതൃഭൂമിയിലുണ്ട് കേട്ടോ. ഇന്നത്തെ മാതൃഭൂമിയുടെ ഈ പേജിൽ 7-ാം പേജിൽ 100 സീറ്റിലധികം നേടാവുന്ന സാഹചര്യം KC വേണുഗോപാൽ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതിൽ ചോദിക്കുന്നുണ്ട്, കേരളത്തിൽ ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി ആരായിരിക്കും? മാതൃഭൂമിയിലെ ഇന്റർവ്യൂവിൽ KCയോട് ചോദിക്കുകയാണ്,
കേരളത്തിൽ ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി ആരായിരിക്കും? അതിന് ഉത്തരം നിങ്ങൾക്കെല്ലാം ആ ഒരു ചോദ്യമേയുള്ളൂ. അത് തീരുമാനിക്കാനുള്ള സംവിധാനം പാർട്ടിക്കുണ്ട്. ഒരു അലോസരവും ഉണ്ടാവാതെ തീരുമാനിക്കും. മുഖ്യമന്ത്രിയാവാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ട്. പാർട്ടി തീരുമാനിച്ചാൽ അതാവും അന്തിമം. CPM-ൽ അതല്ല സ്ഥിതി. CPM-ൽ പിന്നെ ഒറ്റ ആളല്ലേ ഉള്ളൂ. CPM-ൽ ഒറ്റ ആളേ ഉള്ളൂ. അയാൾ കഴിഞ്ഞാൽ പിന്നെ അയാളുടെ മരുമോനും. അതാണ് CPM-ൽ സ്ഥിതി. പക്ഷേ കോൺഗ്രസിൽ അങ്ങനെയല്ലല്ലോ എന്ന ഈ KC-യുടെ മറുപടിയിൽ പോലും അടുത്ത മുഖ്യമന്ത്രി താൻ ആയേക്കാം എന്നൊരു സൂചനയുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനുള്ള ഒരു സാധ്യത, ഒരു പക്ഷേ ഒരു സമവായം ഉണ്ടാക്കി ആദ്യത്തെ ഒരു 2.5 വർഷം VD സതീശൻ, അത് കഴിഞ്ഞുള്ള 2.5 വർഷം രമേശ് ചെന്നിത്തല എന്ന രീതിയിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനം പങ്കിട്ടേക്കാം. അതിനുള്ള ഒരു സമവായ ചർച്ചകൾക്കൊക്കെ ശേഷം അങ്ങനെ ഒരു സാധ്യത കാണുന്നു. അതല്ല എങ്കിൽ തർക്കം അതിരൂക്ഷമാകുകയാണെങ്കിൽ ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ഒരു പങ്കിടലിന് ഈ ഇരു ഗ്രൂപ്പുകളും തയ്യാറാകുന്നില്ല എങ്കിൽ പിന്നെ ഹൈക്കമാൻഡ് ഒരുപക്ഷേ KC വേണുഗോപാൽ ആവട്ടെ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ KC-യെ നിർദ്ദേശിച്ചേക്കാം. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, എന്തുകൊണ്ട് പ്രിയങ്കയായിക്കൂടാ? സാധ്യത നമുക്ക് ഈ രാഷ്ട്രീയമാണ്, രാഷ്ട്രീയത്തിൽ എന്തും സംഭാവ്യമാണ്. അപ്പോൾ ആ രീതിയിലേക്ക് ഒരു മൂന്നാമതൊരാൾ, ഇപ്പൊ KC-യെ നമ്മൾ മൂന്നാമതൊരാൾ എന്നൊന്നും പറയണ്ട. പക്ഷേ ഇവിടെ VD സതീശനും രമേശ് ചെന്നിത്തലയും രണ്ടു കൂട്ടരും പരസ്പരം മല്ലടിക്കുകയാണെങ്കിൽ മൂന്നാമനായി KC വേണുഗോപാൽ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നാണ് ഇതിന്റെ ഉപശാലകളിലുള്ള സംസാരം, പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടികളുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയാതെ പറയുന്നത് ഇതാണ്. ഒരു കൂടുതൽ സാധ്യതയുള്ള ഇതിനാണ് KC ആയിരിക്കും അടുത്ത മുഖ്യമന്ത്രി. അതല്ലാതെ VD സതീശന് വളരെ സ്വാഭാവികമായി VD സതീശൻ മുഖ്യമന്ത്രിയാവുകയും സുധാകരനും അല്ലെങ്കിൽ ഈ രമേശ് ചെന്നിത്തലയും ഒക്കെ മൗനികളായിരിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ഇത്രമാത്രം പൊട്ടിത്തെറികൾ ഉണ്ടായെങ്കിൽ തീർച്ചയായും അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇതിലും വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാവും. ആ പൊട്ടിത്തെറികൾ ശമിപ്പിക്കാൻ KC ആയിരിക്കും ഒരു സമവായ ചർച്ചയിലൂടെ ഉരുത്തിരിയുന്ന നേതാവ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം. ഏതായാലും രാഷ്ട്രീയമാണ്, നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റില്ല. പക്ഷെ ഒറ്റക്കാര്യം പ്രവചിക്കാം. ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ മെയ് 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ കാരണഭൂതത്തിന്റെ പാർട്ടി എന്തായാലും അധികാരത്തിൽ വരില്ല, ഭൂരിപക്ഷം നേടില്ല. അത് ഭൂരിപക്ഷം നേടുന്നത് UDF തന്നെയായിരിക്കും. BJP-ക്ക് എത്ര സീറ്റ് ഉണ്ടാവും എന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായി ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല. എങ്കിലും അവര് ഏതാണ്ട് ഒരു 5 മുതൽ 10 വരെ സീറ്റുകൾ അവർ നേടുമെന്നാണ് ഈ പറയുന്ന ഒരു സ്ഥാനാർത്ഥികൾ ഇപ്പോഴുള്ള ഒരു ട്രെൻഡ് അനുസരിച്ച്, ഇനി ഒരു 15 ദിവസം ബാക്കി കിടക്കുന്നു. ഈ ഒരു ട്രെൻഡ് അനുസരിച്ച് അവർ ഏറ്റവും കൃത്യമായി പാലക്കാട് ശോഭാ സുരേന്ദ്രനും, നേമത്ത് രാജീവ് ചന്ദ്രശേഖരനും, മഞ്ചേശ്വരത്ത് K സുരേന്ദ്രനും ഒക്കെ പിന്നെ V മുരളീധരനും ഒക്കെ കൃത്യമായ രീതിയിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു അവസരമാണ് അവർ കൈവന്നിരിക്കുന്നത്. ചിലർ പറയുന്ന പോലെ ഒരു തൂക്കുമന്ത്രിസഭ ഒരുപക്ഷെ ഒരു 66-67 സീറ്റുകൾ LDF-നും അതേപോലെ തന്നെ അത്രയും സീറ്റുകൾ UDF-നും, അത് കഴിഞ്ഞിട്ട് ഒരു 8-9 സീറ്റ് BJP-ക്കും വരാവുന്ന ഒരു അവസ്ഥയിൽ BJP തീരുമാനിക്കണം ആര് ഭരിക്കണം എന്നുള്ള രീതിയിൽ ഒരു തൂക്കുമന്ത്രിസഭ എന്നൊക്കെ പറഞ്ഞാൽ അതിന് സാധ്യത കാണുന്നില്ല. സാധ്യത കാണുന്നത് UDF-ന് നല്ല മേൽക്കൈ വരുമെന്നും അത് കഴിഞ്ഞിട്ട് ഒരു അടി ഉണ്ടാകുമെന്നും ആ അടിയിൽ ഒരു സമവായം ഉണ്ടാകുമെന്നും ആ സമവായത്തിലൂടെ KC വേണുഗോപാൽ വരുമെന്നുള്ള ഒരു എന്താ പറയാ ഒരു സൂചനയാണ് രാഷ്ട്രീയ രംഗത്ത് നിന്ന് കിട്ടുന്നത്. നമുക്ക് ഏതായാലും കാത്തിരിക്കാം ആര് അടുത്ത മുഖ്യമന്ത്രി. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.